ഇന്നൊരു ഹോളിഡേ ആണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് കരുതി. ഉപ്പുമാവ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ രാവിലെ തന്നെ ഉപ്പുമാവൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ചെയ്തു. അതിൽ ക്യാബേജ് തോരനൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചു. അതിനുശേഷം ഓടിപ്പോയി ഒരു കുളിയൊക്കെ പാസ്സാക്കിയതിന് ശേഷം ഞങ്ങൾ മൂന്നുപേരും കൂടെ വന്നിരുന്നൊരു ചായയൊക്കെ കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കല്യാണിക്കുട്ടിക്ക് അവിടെ തക്കാളി പഴുത്ത് നിൽക്കുന്നു, കോവയ്ക്ക ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരേ ബഹളമായിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞു പാത്രം എടുത്ത് ഞങ്ങൾ കോവയ്ക്കും തക്കാളിയൊക്കെ എടുക്കാനായിട്ട് പോയി. തക്കാളി പഴുക്കുന്നതിന് മുന്നേ പുള്ളിക്കാരത്തി പറിച്ചെടുത്തു. പിന്നെ ഈ കാണുന്ന വെണ്ട അതൊന്ന് ചെറുതായിട്ട് പൊങ്ങി വന്നപ്പോഴേക്കും അതിൽ വെണ്ടയ്ക്ക പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നതിന് ശേഷം ഞങ്ങളുടെ കോവല് വള്ളി ഒരിടത്തോട്ടും പടർത്തി വിട്ടിട്ടില്ല. അതിങ്ങനെ താഴെ പടർന്ന് കിടക്കുകയാണ്. ആകപ്പാട് 2-3 വള്ളിയുള്ളെങ്കിലും നിറയെ കോവയ്ക്ക് കായ്ക്കാറുണ്ട്. ഒരു 3-4 ദിവസം മുന്നേ ഞങ്ങൾ കുറേ കോവയ്ക്ക് എടുത്തു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതിലൊന്നും ആയിട്ടില്ല. ഈ കാണുന്ന പരുവത്തിൽ ചെറുതായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് എവിടെയൊക്കെ 1-2 വലുതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കല്യാണിക്കുട്ടിയുടെ നിർബന്ധത്തിനാണ് ഇന്നിപ്പോൾ അത് പിച്ചാനായിട്ട് ഇറങ്ങിയത്. താഴെ ഇങ്ങനെ പടർന്ന് കിടക്കുന്നത് കാരണം അത് കാണാൻ പറ്റത്തില്ല. എന്നാലും കല്യാണിക്കുട്ടി ഓടി നടന്ന് അവിടെ ഇവിടെ നിന്നൊക്കെ നല്ല വലിയ സൈസിലുള്ള കുറച്ച് കോവയ്ക്ക് കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് കായ്ച്ചാലും അത് ആദ്യം കല്യാണിക്ക് തന്നെ എടുക്കണമെന്നുള്ളത് അവളുടെ ഒരു നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അതിനൊന്ന് വലുതാകാൻ പോലും സമ്മതിക്കത്തില്ല. മുളകും തൈയിലുണ്ടായിരുന്ന മുളകൊക്കെ അവൾ തന്നെ പിച്ചിയെടുത്തു. എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ഓടിപ്പോയി കല്യാണിക്കുട്ടിക്ക് ഒരു ദോശ ചുട്ടു കൊടുത്തു. നിറയെ നെയ്യൊക്കെ വെച്ചിട്ട് ഒരു കുട്ടി ദോശയും ചമ്മന്തിയും തനിയെ ഇരുന്ന് കഴിച്ചോളും. അപ്പോൾ പുള്ളിക്കാരത്തി പിന്നെ അവിടെ വന്നിരുന്ന് കാർട്ടൂണൊക്കെ കണ്ടു തുടങ്ങി. അതിലേക്ക് ശേഷം വൈകുന്നേരമാണ് ഇപ്പോൾ കാണിക്കുന്നത്. വൈകുന്നേരം ഞങ്ങൾ വല്യമ്മയുടെ വീട്ടിലോട്ട് പോകണം. ഭയങ്കര മഴയായിരുന്നു. കുറേ ദിവസത്തിന് ശേഷമാണ് ഇത്രയും നല്ലൊരു മഴ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഉത്സവത്തിൻ്റെ സമയമായതുകൊണ്ട് ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നേരെ ഞങ്ങൾ വീട്ടിൽ പോയി പിള്ളേരെ എല്ലാവരും എടുത്തിട്ട് ഉത്സവം കാണാനായിട്ട് പോയി. അവിടെ ഉത്സവപ്പറമ്പിലൊക്കെ ഒരു റൗണ്ട് കറങ്ങി കൈകൊട്ടിക്കളിയൊക്കെ കണ്ട് പിള്ളേർ 1-2 റൈഡ്സിലൊക്കെ കയറ്റിയതിന് ശേഷം നേരെ തിരിച്ച് വീട്ടിലൊന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയുള്ള വിശേഷം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്.